Good afternoon. Good afternoon, ma'am. Okay. സ്റ്റാർട്ട് ചെയ്യാൻ വൈകിയത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഫുഡ് കഴിച്ചോ എല്ലാവരും? കഴിച്ചു. സ്പെഷ്യൽ ഉണ്ടായിരുന്നോ? ഓക്കെ, എടുത്തത് വരുന്നോ വാങ്ങിച്ചു നോക്കി. വായിച്ചോക്കാം കേട്ടോ. എടുത്തത് വരെ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഇനി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോഡ് യെല്ലോ ആണ്. ഓക്കെ, കോഡ് പിങ്ക് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് കോഡാണ് കോഡ് യെല്ലോ. മിസ്സിംഗ് പേഷ്യൻസിനെ മിസ്സാവുന്ന അവസ്ഥകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് കോഡ് യെല്ലോ ആണ് കോൾ ചെയ്യുന്നത്. When you discover that patient is missing, the staff in the immediate area will carry out a search of the department. If not found, call yellow and provide following the information. ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ കോഡ് യെല്ലോ ഏതൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണം? Patient name, department and unit, patient description, time and location, last scene. അപ്പൊ എന്താണ് കോഡ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിസ്സിംഗ് പേഷ്യന്റ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ പേഷ്യന്റ് മിസ്സിംഗ് ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? The staff in the immediate area will carry out the research of the department. അല്ലെ, പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ തൊട്ടടുത്ത ഏരിയയിൽ സെർച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടില് നമ്മുടെ റൂമിലൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് തൊട്ടടുത്ത റൂമിലേക്കോ അല്ലെങ്കിൽ എന്താണ് ഹാളില് ഏരിയാസില് അല്ലെ. എല്ലാ റൂംസിലും നമ്മൾ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്യാറുണ്ട്? തൊട്ടടുത്ത ഏരിയയിലൊക്കെ പോയിട്ട് അന്വേഷിക്കും. If not found, call a code yellow and provide the following. അപ്പോ ഇനി കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പേഷ്യന്റിന്റെ നെയിം അല്ലെ, ഏത് പേഷ്യന്റ് ആണ്, പേഷ്യന്റിന്റെ പേരെന്താണ്, ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്, ഏത് യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിങ് ക്ലോത്തിങ് അടക്കം നമ്മള് അവരുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് നമ്മള് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സീൻ അല്ലെ, നമ്മൾ കണ്ടിരിക്കുന്ന നമ്മൾ ലാസ്റ്റ് സീൻ ചെയ്തത് എവിടെ വെച്ചാണ്, എത്ര ടൈമിലാണ് എന്നൊക്കെ നമ്മള് ആ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണം അല്ലെ. Staff in other area will return to their
designated area and assist with the search. If the person is locked, ask them to remain in the department. അപ്പോ ഇവിടെ എന്താണ് ഏതെങ്കിലും ആദ്യം എന്താണ് ഏത് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളാണെന്നുള്ളത് അല്ലെ ഏത് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ആ ഡിപ്പാർട്ട്മെന്റിലെ പോയി ഒരു പേഷ്യന്റിനെ നമ്മള് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളായിരിക്കും അന്വേഷിക്കുന്നത് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകളായിരിക്കും അന്വേഷിക്കുന്നത്. പിന്നീട് അവിടെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതർ ഏരിയയിലെ സ്റ്റാഫുകൾ കൂടി വന്നിട്ട് അന്വേഷണം നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലാവാം അല്ലെങ്കിൽ വേറൊരു ഏരിയയിൽ വെച്ചിട്ടാവാം അല്ലെ അങ്ങനെ ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് പറയുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് കോഡ് യെല്ലോയിൽ പറയുന്നത്. കോഡ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സിംഗ് പേഷ്യന്റ് ആണ് കോഡ് യെല്ലോ. കോൾ ചെയ്യുന്നത് മിസ്സിംഗ് പേഷ്യന്റിനെ കാണാതാകുമ്പോഴാണ് നമ്മൾ കോൾ ചെയ്യുന്നത് എന്ത് കോഡ് യെല്ലോ. അപ്പൊ അങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കണം അല്ലെ ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ്. ഇപ്പൊ പേഷ്യൻസിനെ കണ്ടെത്തിയില്ല നമ്മുടെ ഏരിയസിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നോക്കിയിട്ട് പേഷ്യന്റിനെ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോഡ് യെല്ലോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? പേഷ്യന്റ് നെയിം, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിംഗ് ക്ലോത്തിങ്, ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സേവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്റ്റാഫുകൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പേഷ്യന്റ് മിസ്സിംഗ് ആയിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ അന്വേഷിക്കുന്നു. അവർ കണ്ടെത്തിയില്ലെങ്കിൽ തൊട്ടടുത്ത ഏരിയയിലുള്ള സ്റ്റാഫുകളും കൂടി പേഷ്യൻസിനെ അന്വേഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഏരിയയിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ വെച്ചിട്ട് പേഷ്യൻസിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് പറയുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് കോഡ് ആണ് കോഡ് ആംബയർ. ഓക്കെ, മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. കോഡ് ആംബയർ. ആംബയർ എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിന്റെ കാലം അവിടെ കാണുന്നുണ്ട് അല്ലെ. അതിന്റെ ആ എന്താ കവർ ചെയ്തിരിക്കുന്ന ക്ലോത്തിന്റെ അല്ലെ ടർക്കിയുടെ ആ കളർ എന്താണ്? ഒരു മഞ്ഞ കളർന്ന ഒരു അല്ലെങ്കിൽ ഒരു ചന്ദന നിറം അല്ലെ. അതിനെയാണ് നമ്മൾ കോഡ് ആംബയർ എന്ന് പറയുന്നത്. ഒരു ചന്ദന നിറം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള കളർ കോഡാണ് കോഡ് ആംബയർ അല്ലെങ്കിൽ മിസ്സിംഗ് ഇൻഫന്റിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, a missing infant or child is always assumed to be victim or of abduction,
immediately call and report the following. അപ്പൊ നമ്മള് എന്താണ് ഈ ന്യൂ ബോൺ ബേബീസിനൊക്കെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരുന്നാണ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്ന്. നമ്മള് പല പത്രത്തിലായാലും പല ഇൻഫർമേഷൻസ് പല ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ ICUവിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് തട്ടിക്കൊണ്ട് പോവാ ഇല്ലേ. പല സിനിമാസിലായാലും അതുപോലെ തന്നെ പല ഫിലിംസിലായാലും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പല ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താണ് ന്യൂ ബോൺ ബേബീസിനെ ICUവിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവാ എടുത്തുകൊണ്ട് പോവാ അല്ലെ, കേൾക്കാറില്ലേ? അതാണ് കോഡ് ആംബെയറിൽ പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ് ആംബെയർ വിളിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്? യൂണിറ്റ് എന്നാണ് കേട്ടോ അവിടെ. യൂണിറ്റ് എന്നല്ല, യൂണിറ്റ്. അതായത് ഡിപ്പാർട്ട്മെന്റ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണോ എന്നുള്ളത് കേട്ടോ. യൂണിറ്റ് ഓർ ഏരിയ ഇൻവോൾവ്ഡ്. ഇനി എന്താ? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻഫന്റ് ഓർ ചൈൽഡ്. കുട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ക്ലോത്തിങ് ഓർ ബ്ലാങ്കറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനത്തെ കളറാണ്, ഏതാണ് എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡിസ്ക്രിപ്ഷൻസും കൊടുക്കേണ്ടതാണ്. ടൈം ആൻഡ് ലൊക്കേഷൻ. ലാസ്റ്റ് സീനിൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ കാണുമ്പോൾ അതിന്റെ എത്ര മിനിറ്റ് എത്ര ടൈമിലാണ് നമ്മൾ കണ്ടത്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പേഴ്സൺ ലാസ്റ്റ് സീൻ with the infant or child. ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് പേഴ്സൺ ഏതൊരു പേഴ്സൺ ആണ്, ഒരു ലാസ്റ്റ് ടൈമിൽ കാണുമ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ കുട്ടിയെ സീൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ പേഴ്സണുമായിട്ടുള്ള പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇഫ് നോ സെക്യൂരിറ്റി will notify police and initiate lockdown procedures. Staff from other area should contact a search and if something is found, report in the status and the location. ഇനി എന്താണ്? സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് പോലീസിനെ നമ്മൾ ഇൻഫോം ചെയ്യണം അല്ലെ. പോലീസിനെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പല സിനിമാസിലൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ ഈ നമ്മള് എന്താ ലോക്ക്ഡൌൺ പറയുന്നത് ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഗേറ്റ് അടച്ചില്ല, സെക്യൂരിറ്റിയോട് പറയുമ്പോൾ ഗേറ്റ് അടയ്ക്കാനൊക്കെ പറയുമ്പോൾ ആരെയും പുറത്തേക്ക് കടത്തി വിടാകുന്നു. അതുപോലെ തന്നെ അകത്തേക്ക് ഒരാളെ ഇങ്ങോട്ടേക്ക് കടത്തി വിടാതെയൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മള് പല സീൻസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ നമ്മൾ പറയുന്നു. ഓക്കെ. പിന്നെന്താ? സ്റ്റാഫ് ഫ്രം അതർ ഏരിയ ഷുഡ് കോൺടാക്ട് എ സെർച്ച് ആൻഡ് if something is found, report status and location. അപ്പൊ എന്താണ്? സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു ഏരിയാസിലേക്ക് കുട്ടിയെ അന്വേഷിക്കും അല്ലെ. സ്റ്റാഫുകളുടെ കടമയാണ് അല്ലെ സെർച്ച് ചെയ്യാം, അന്വേഷിക്കാം. ഇനി എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. സ്റ്റാഫുകൾ ഇങ്ങനെ തിരിയുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് റിപ്പോർട്ട് ചെയ്യുകയും അടുത്ത് എന്റെ ഏരിയയിൽ കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്, കോഡ് ആംബെയറിൽ വരുന്നത്. എന്താണ്? കുഞ്ഞിക്കുട്ടികളെ അല്ലെ, ഇൻഫന്റ് ഓർ ചൈൽഡ്, കുഞ്ഞിക്കുട്ടികളെ നമുക്ക് എന്താണ് ന്യൂ ബോൺ ബേബീസിനെയൊക്കെ നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്നത് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യുന്നത് കോഡ് ആംബെയർ ആണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്? യൂണിറ്റ് ഏതാണ്, ഏരിയ ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ കുട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ, ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ലാസ്റ്റ് സീൻ നമ്മൾ എത്ര മണിക്കാണ് കുട്ടിയെ കണ്ടിട്ടുള്ളത്, അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഇൻഫർമേഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്? ഇൻഫന്റ് കുട്ടിയെ കണ്ടിരിക്കുന്ന ലാസ്റ്റ് പേഴ്സൺ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡിസ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം.
അതുപോലെ ഈ കുട്ടിയെ നമുക്ക് എന്താണ് സെക്യൂരിറ്റി കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ബേബി ആണ്, എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. സെക്യൂരിറ്റി നല്ല രീതിയിൽ സുരക്ഷകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് തന്നെ, ഇത് പ്രത്യേകിച്ച് കുഞ്ഞിക്കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പോലീസിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യാം. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ അല്ലെ, ലോക്ക്ഡൌൺ പ്രൊസീജിയർ ലോക്ക്ഡൌൺ ചെയ്യാം. പുറത്തേക്കും അകത്തേക്കും ആരെയും കടത്തിവിടാതെ നോക്കണം. അതുപോലെ തന്നെ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, എല്ലാ ഏരിയാസിലും സെർച്ച് ചെയ്യണം അല്ലെ. ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അച്ചോക്കെ ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് കോഡ് ഗ്രീൻ, ഇന്റേണൽ ഇവാക്യുവേഷൻ. നമ്മൾ ഇന്റേണൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇന്റേണലി എന്തെങ്കിലുമൊക്കെ ഫയറുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ഗ്രീൻ കോൾ ചെയ്യുന്നത്. നോക്കാം. Hospitals tends to use code green along with the other codes as it indicates that the hospital is activating an emergency operations plan. അപ്പൊ ഇതാണ് മറ്റു ഹോസ്പിറ്റൽ കോഡുകളുടെ കൂടെ നമ്മൾ ഈ കോഡ് ഗ്രീനും പരിപാലിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു അടിയന്തര എമർജൻസി പ്ലാൻ ഓപ്പറേഷൻസ്, ആ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ പ്ലാൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സജീവമാണ് എന്നുള്ളത് നമ്മള് അതാണ് അവിടെ കോഡ് ഗ്രീൻ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഒരു അടിയന്തരമായിട്ടുള്ള എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്, കോഡ് ഗ്രീനില് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. Some hospitals use a code green. It indicates the mass casualty events, multiple surveys of a mass shooting arriving at the hospital for treatment. The code may include a description of the mass casualty scenario as well as the information about which emergency operations plan that code activates. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, ഈ കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്ത് സൂചിപ്പിക്കുന്നത് എന്താണ്, ഒരു അടിയന്തര എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് കോഡ് ഗ്രീൻ സൂചിപ്പിക്കുന്നത്. ഒരു കൂട്ടം അത്യാഹിതമായിട്ടുള്ള സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് ചില ഹോസ്പിറ്റലുകളിൽ കോഡ് ഗ്രീൻ യൂസ് ചെയ്യുന്നത്. അത്യാഹിതമായിട്ടുള്ള സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില ഹോസ്പിറ്റലുകളിൽ കോഡ് ഗ്രീൻ യൂസ് ചെയ്യുന്നത്. ഒരു കൂട്ടം സംഭവത്തിന്റെ വിവരണങ്ങളാണ് കോഡ് ഗ്രീൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരണങ്ങളായിരിക്കും കോഡ് ഗ്രീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
കോഡ് സജീവമാക്കുന്ന എമർജൻസി ഓപ്പറേഷൻ പ്ലാനിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോ അതായത് എന്തെങ്കിലും ഓപ്പറേഷൻസ് എമർജൻസി ഓപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ കോഡ് ഗ്രീനുമായിട്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയേ, അതിനകത്ത് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട് അല്ലെ. നോക്കിയേ, ലെവൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ. Evacuate or affected person beyond the final separation dot to the adjacent safe area of the same floor. അവിടെ എന്താണ് ലെവൽ 1 പറയുന്നത്? എന്താണ്? നമ്മളൊരു തിരശ്ചീനമായിട്ടുള്ള ഒരു ഒഴിപ്പിക്കലാണ് അല്ലെ, ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ. തിരശ്ചീനമായിട്ടുള്ള ഒരു ഒഴിപ്പിക്കലാണ്. ഓക്കെ, അപ്പൊ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ സെഷനിൽ അടുത്ത ഇപ്പൊ ഒരു ഫ്ലോറിലായിരിക്കാം നമ്മൾ തീ പിടിച്ചിരിക്കുന്നതെങ്കിൽ അവിടുത്തെ തീ പിടിക്കാത്ത അതർ ഏരിയാസിൽ തിരശ്ചീനമായിട്ടുള്ള ഒഴിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സെക്ഷനിലേക്ക് ആളുകളെ മാറ്റുന്നു. ഓക്കെ, ആ സെയിം ഫ്ലോറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തീ പിടിക്കാത്ത അല്ലെങ്കിൽ അപകടം അല്ലാത്ത ഏരിയയിലേക്ക് ആളുകളെ മാറ്റുന്നതിനെയാണ് ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. തിരശ്ചീനമായിട്ടുള്ള ഒഴിപ്പിക്കൽ. അതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ലെവലും കൂടുന്തോറും എന്താണ് അതിന്റെ തീവ്രത കൂടി വരും അല്ലെ. അപ്പോ ലെവൽ 1 എന്ന് പറയുന്നത് അത്ര കണ്ട് എന്താണ് തീവ്രമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ സെയിം ഫ്ലോറിൽ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് അപകടകരം അല്ലാത്ത രീതിയിലായിരിക്കാം. അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ആ തീപിടുത്തത്തിന്റെ ആ ഏരിയയിലുള്ള ആളുകളെ നമ്മൾ അവിടെ നിന്നും ആ സെയിം ഫ്ലോറിൽ തന്നെ വേറൊരു ഇടത്തില് അല്ലെങ്കിൽ ആ സെയിം ഫ്ലോറിൽ വേറൊരു അധികം അപകടമില്ലാത്തൊരു ഏരിയയിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് നമ്മൾ ലെവൽ 1 ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ലെവൽ 2 എന്താണ്? വെർട്ടിക്കൽ ഇവാക്യുവേഷൻ. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലംബമായ അല്ലെങ്കിൽ കുത്തനെയുള്ള അല്ലെ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെർട്ടിക്കൽ ഇവാക്യുവേഷൻ, evacuate or affected person to another floor, preferably to floors down. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മള് ഇപ്പോ തീപിടുത്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, തീപിടുത്തത്തിന്റെ കേസുകൾ എടുക്കാൻ നമുക്ക്, തീപിടുത്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ അതിനെ എഫക്ട് ചെയ്തിരിക്കുന്ന പേഴ്സൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അനന്തർ ഫ്ലോറിലേക്ക് മാറ്റുന്നുണ്ട് അല്ലെ. സെയിം ഏരിയയിൽ തന്നെയല്ല, മറ്റു ഫ്ലോറിൽ, ഇപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോട്ട് നമ്മൾ മാറ്റുന്നു. മനസ്സിലായോ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അത് എല്ലാം ബാധിച്ചവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും 2 നിലകളില് താഴത്തേക്ക് മാറ്റുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. പ്രിഫറബിളി ടു ഫ്ലോർ ഡൗൺ. 2 ഫ്ലോറിലെ താഴേക്കാണ് ആളുകളെ ബാധിച്ചവരെ മാറ്റുന്നത്. ഓക്കെ, അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ട് നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 നിലയിലെ താഴത്തേക്ക് അവരെ മാറ്റുന്നത്. അപ്പോ ലെവൽ 1 എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? സെയിം ഫ്ലോറിൽ തന്നെയാണ് അവരെ മാറ്റുന്നത്, ഒഴിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലെവൽ 2 എന്ന് പറയുമ്പോ ഫയർ ബാധിച്ചവരെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഫ്ലോറിൽ താഴത്തേക്കാണ് മാറ്റുന്നത്. ഓക്കെ, ഇനി ലെവൽ 3 എന്താണ്? ടോട്ടൽ ഇവാക്യുവേഷൻ. evacuate all persons from building remaining in your assigned area for instructions. ഓക്കെ, അപ്പൊ എന്താണ് ഇത് എന്താണ്? എല്ലാ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ് ലെവൽ 3യുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. എല്ലാ പേഴ്സൺസിനെയും ബിൽഡിങ്ങിൽ നിന്ന് തന്നെ അല്ലെ, കെട്ടിടത്തിൽ നിന്ന് തന്നെ ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ അവരെ മാറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ലെവൽ 1 സെയിം ഏരിയയിലോട്ട് തന്നെ മാറ്റുന്നു. ലെവൽ 2 എന്താണ്? സെക്കൻഡ് ഫ്ലോറിൽ അല്ലെ, 2 ഫ്ലോറിന് താഴെ ആയിട്ടാണ് മാറ്റുന്നത്. മൂന്നാമത് പറയുന്നത് ലെവൽ 3 എന്ന് പറയുന്നത് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് തന്നെ ആളുകളെ മാറ്റുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
Okay. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് when to activate an emergency response code. എപ്പോഴാണ് നമ്മൾ എമർജൻസി റെസ്പോൺസ് കോഡ് നമ്മൾ ആക്ടിവേറ്റ് ആക്കിയത്? An emergency response code will be initiated when any of the above emergency situations will occur. Who can activate emergency response code? Any individual, that is hospital staff of all categories may call a code. ഓക്കെ, അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് എമർജൻസി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പല എമർജൻസി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. കാർഡിയാക് അറസ്റ്റ്, അതുപോലെ തന്നെ മിസ്സിംഗ് കേസുകള്, അതുപോലെ തന്നെ തീപിടുത്തം അല്ലെ, ഫയർ, അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ, അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോ നമ്മള് എന്താണ് എമർജൻസി കോഡുകൾ ആക്ടിവേറ്റ് ആക്കും. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഈ എമർജൻസി കോഡുകൾ ആക്ടിവേറ്റ് ആക്കാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും, അതായത് എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന ആശുപത്രി ജീവനക്കാർക്ക് ഈ കോഡ് എന്ത് ചെയ്യാം, ആക്ടിവേറ്റ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഹൗ ടു ആക്ടിവേറ്റ് ദ എമർജൻസി റെസ്പോൺസ് കോഡ്? എങ്ങനെയാണ് ഈ എമർജൻസി റെസ്പോൺസ് കോഡ് ആക്ടിവേറ്റ് ആക്കുന്നത്? 4 പോയിന്റ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സ്റ്റെപ്പ് 1 in organizing an emergency response is notification. A reliable notification service is needed to ensure that the appropriate resources are deployed according to the type of incident.
ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ആക്ടിവേറ്റ് ആക്കുന്നത്, അല്ലെ എങ്ങനെയാണ് ആക്ടിവേറ്റ് ആക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 in organizing an emergency response code. Response is a notification. A reliable notification service is needed to ensure that the appropriate resources are deployed according to the type of the incident. അടിയന്തര പ്രതികരണം എമർജൻസി റെസ്പോൺസ് സംഘടിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടം എന്താണ്? അറിയിപ്പാണ്. നമ്മൾ നോട്ടിഫിക്കേഷൻ നടത്തണം, അല്ലെ? നോട്ടിഫിക്കേഷൻ നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ എമർജൻസി റെസ്പോൺസ് കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോട്ടിഫിക്കേഷൻ ആണ്, അറിയിപ്പാണ്. സംഭവത്തിന്റെ തരം അനുസരിച്ച് ഉചിതമായ ഉറവിടങ്ങള് വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിശ്വസനീയമായിട്ടുള്ള ഒരു അറിയിപ്പ് സേവനം അത്യാവശ്യമാണ്, അല്ലെ? ഇപ്പൊ ഇന്ന സംഭവം നടന്നിട്ടുണ്ട്, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു രോഗിക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മള് എന്താണ് എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കാനും ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു കോഡ് നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? കോഡ് നമ്മൾ പറഞ്ഞണം. അപ്പൊ എല്ലാവരിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? ഇങ്ങനെയുള്ള കോഡ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പോൺസിബിൾ ആണ്. ഇന്ന സ്റ്റാഫുകൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ആണ് ഓരോ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോ അവരത് അറിയണം, അല്ലെ? അറിയില്ലെങ്കിൽ ഒരു ഡ്യൂട്ടി അനുസരിച്ച് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് നമ്മള് അത്യാവശ്യമായിട്ട് അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന് പറയുന്നത്. Second step, the communication system in the hospital is adequate along with a good public address system and in fact each and every telephone in the hospital is connected to the public address system so as to communicate to other hospital employee in case of any emergencies. എന്താ പറയുന്നത്? രണ്ടാമത്തതിൽ എന്താ പറയുന്നത്? ആശുപത്രിയിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം പര്യാപ്തമാണ്, നല്ലൊരു പൊതുവിലാസ സംവിധാനവും ഉണ്ട്. വാസ്തവത്തില് ആശുപത്രിയിലെ ഓരോ ടെലിഫോണും പൊതുവിലാസ സംവിധാനവുമായിട്ട് എന്താണ് പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തില് മറ്റു ആശുപത്രി ജീവനക്കാരുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് മറ്റു ആശുപത്രിക്കാരുമായിട്ട് അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരുമായിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടെലിഫോണിക് സംവിധാനത്തിലൂടെ ഈ അഡ്രസ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അതിലൂടെ ആശയവിനിമയം നടത്തി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The individual calling the call must dial designated number to call a code that is applicable to that particular emergency situations. അപ്പൊ എന്താണ് മൂന്നാമതായിട്ട് പറയുന്നത്? കോഡ് വിളിക്കുന്ന വ്യക്തി പ്രത്യേക എമർജൻസി സാഹചര്യത്തിന് ബാധകമായിട്ടുള്ള ഒരു കോഡ് വിളിക്കാൻ നിയുക്തമായ നമ്പർ നമ്മൾ ഡയൽ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അല്ലെ? നമ്മൾ പഠിച്ചു 911-333 അല്ലെ? അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ നമ്പർ അറിയില്ല അല്ലെങ്കിൽ ഡയൽ ചെയ്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇൻഫർമേഷൻസ് പോലെ കറക്റ്റ് ആയിട്ടുള്ള സെക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അത് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഡയൽ ചെയ്യേണ്ട നമ്പർ അറിഞ്ഞിരിക്കണം, കറക്റ്റ് ആയിട്ട് നമ്മൾ ഡയൽ ചെയ്യുകയും വേണം.
Okay, give the exact location that is block, the area, room number, etc. ഇനി എന്താണ് കൃത്യമായിട്ടുള്ള സ്ഥലം അല്ലെ? എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ? എവിടെയാണ്, ഏത് ബ്ലോക്കിലാണ്, ഏത് ഏരിയയിലാണ്, ഏത് ഫ്ലോറിലാണ്, റൂം നമ്പർ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് വന്ന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അവരോട് ഡയൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള നമ്പർ അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, ഏരിയ, അങ്ങനെയുള്ള റൂം നമ്പർ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഹൗ ടു ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് കോഡ് വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. When to activate an emergency response code, how to activate emergency response code. വായിച്ചു നോക്കാം കേട്ടോ. Antonio. Actually, നിങ്ങൾ പറയാട്ടോ. What happens when the emergency response code is announced? Okay. 6 points നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. First point നോക്കാം. When a code is called, a pre-designed designated team of physicians, nurse, and other appropriate personnel respond swiftly, efficiently based on their training. First point, when a code is called,
every designated team of physicians, nurses, and the appropriate person responded swiftly and efficiently based on their training. എന്താണ് ഒരു കോഡ് വിളിക്കുമ്പോൾ മുൻകൂട്ടി നിയുക്തമാക്കിയിട്ടുള്ള ഫിസിഷ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ നഴ്സുമാരുണ്ടാവും അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കോഡിനും ഓരോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. ഫിസിഷ്യൻസ് ആവാം, നഴ്സുമാരാവാം, അത് ഉചിതമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാവാം അല്ലെ. അങ്ങനെയുള്ളവര് എന്നിവരുടെ ഒരു സംഘം അവരുടെ പരിശീലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേഗത്തിലും കാര്യക്ഷമമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഒരു എന്തെങ്കിലും കോഡിനായിട്ടുണ്ടെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കോഡുമായിട്ട് ബന്ധപ്പെട്ട നഴ്സുമാരും ഫിസിഷ്യന്മാരും മറ്റു ടെക്നീഷ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവിടെ എത്തി അവർക്ക് കിട്ടിയിട്ടുള്ള കൊടുത്തിട്ടുള്ള പരിശീലനം വഴി അവർ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. When the emergency response code is announced, the message will be received by the team who are expected to arrive at the since an expected response time is 0 to 3 minutes. അപ്പൊ എന്താണ് എമർജൻസി റെസ്പോൺസ് കോഡ് പ്രഖ്യാപിക്കുമ്പോ എന്താണ് ഈ സന്ദേശം ഈ ടീമിന് ലഭിക്കുന്നുണ്ട്. അവരെന്താണ് സംഭവ സ്ഥലത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്രതികരണ ടൈം എന്ന് പറയുന്നത് അല്ലെ. എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോഡുകൾ കോൾ ചെയ്യുന്നത് കാണാം. അപ്പൊ എന്താണ് കറക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറില് ഏതാണ് ഡയറക്ഷൻ, എല്ലാ കാര്യങ്ങളും ഏരിയ ഏതാണ്, നമ്പർ ഏതാണെന്നുള്ളത് വരെ നമ്മൾ കോളിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അലോട്ട് കൊടുക്കുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് ആ ഏരിയയിലോട്ട് വന്നെത്താറുണ്ട്. 0 to 3 മിനിറ്റ്സിനുള്ളില് അവർ ആ സ്പോട്ട് ടൈമില് ആ സ്പോട്ട് എവിടെയാണോ അവിടെ വന്ന് എത്താറുണ്ടെന്നാണ് പറയുന്നത്. 0 to 3 മിനിറ്റ്സ് ആ ടൈമിനുള്ളിൽ തന്നെ എന്താണ് അവരവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താ, when an emergency response code is activated, all team members assigned to that code should react without delay. ഒരു അടിയന്തരമായിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് കോഡ് സജീവമാകുമ്പോൾ ആ കോഡിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ടീം അംഗങ്ങളും കാലതാമസമില്ലാതെ പ്രതികരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. എന്താണ്, ഒരു ഡിലേയും കൂടാതെ അവര് അവിടെ എത്തിച്ചേർന്ന നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവര് സന്നദ്ധരാകണം എന്നാണ് പറയുന്നത്. The members of emergency call team must ensure that the area also is safe before proceeding with their response. This necessitates a quick evacuation of the location and situations related to the emergency response code caller. എന്താണ്, അടിയന്തര കോഡ് ടീമിലെ അംഗങ്ങൾ അവരുടെ പ്രതികരണവുമായിട്ട് മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ആ രംഗം അല്ലെങ്കിൽ ആ പ്രദേശം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. ഇത് അടിയന്തര പ്രതികരണ കോഡുകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിന്റെയും സാഹചര്യത്തിന്റെയും ഒരു ദ്രുതത വിലയിരുത്താനായിട്ടാണ് ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോ ആ ടീം അംഗങ്ങൾ ഇപ്പോ ഫസ്റ്റ് ഫ്ലോറിൽ ഇന്ന റൂം നമ്പറിൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഓടിച്ചിന് തീയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താണ് വാതിലിൽ തൊട്ട് നോക്കണം. ഹോട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നടത്തി കിടക്കാൻ പറ്റില്ല, ഭയങ്കര വലിയ രീതിയിലുള്ള അപകട സാധ്യത കൂടുതലാണ്. ഇനി എന്താണ്, കൂളാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചൂടാണെങ്കിലാണ് നമ്മള് വാതിൽ തുറന്ന് കടന്ന് അവിടെയുള്ള പേഷ്യൻസിനെ നമ്മള് രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ ഇതാണ് പറയുന്നത്. എന്താണ്, ഒരു അടിയന്തര കോഡ് ടീമിലെ അംഗങ്ങള് പ്രതികരണ കോഡുമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് അവിടുത്തെ രംഗം അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് ഉള്ളത് ഉറപ്പാക്കണം. സുരക്ഷിതമാണോ ഇല്ലയോ, നമ്മൾക്ക് അപകടം ഉണ്ടാവോ എങ്ങനെയാണ്, അല്ലെങ്കിൽ
കൂടുതൽ പേഷ്യൻസിനും അപകട സാധ്യത കൂടുതലാണോ എന്നുള്ളതൊക്കെ ഉറപ്പാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അത് അവിടെ പോയി ചേർന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവിടെ പേഷ്യൻസിനെയൊക്കെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപകടം ഉണ്ടാവോ, പേഷ്യൻസിന് എങ്ങനെയാണ് അപകട സാധ്യത കൂടുതലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. എമർജൻസി റെസ്പോൺസ് കോഡ് ടീം മെമ്പേഴ്സ് ഫങ്ഷൻ collaboratively during the code with the one person in identified as code team leader. എന്നാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. അടിയന്തര പ്രതികരണ കോഡ് ടീം അംഗങ്ങള് കോഡ് ടീം ലീഡർ ആയിട്ട് തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. ഇപ്പൊ നമുക്കറിയാം എന്താണ് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ലീഡർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ എമർജൻസി റെസ്പോൺസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടീം ഉണ്ടാവും. ആ ടീമിന് എന്തുണ്ട്, ഒരു ലീഡർ ഉണ്ട് അല്ലെ. ആ ലീഡർ എന്താണ്, ലീഡറുമായിട്ട് നമ്മൾ ലീഡർ പറയുന്നത് അനുസരിച്ച് ലീഡർ ചിലപ്പോൾ നമുക്ക് ഗൈഡൻസ് മോട്ടിവേഷൻസ് അല്ലെ, നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അല്ലെ, അറിയാത്ത കാര്യങ്ങള്. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ ലീഡറുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ചിലവർക്ക് എന്താണ് ലീഡർ പറഞ്ഞ് ചിലപ്പോൾ ദഹിക്കാറില്ല അല്ലെ, കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ അല്ല വേണ്ടത്. ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലീഡർ പറയുന്നത് കേട്ട് അതനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ലീഡറുമായിട്ട് കൂടിച്ചേർന്ന് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ആ ടീം അംഗങ്ങൾ തയ്യാറാക്കണം. The code incident report is filled by the team leader at the end of the event and submitted to the director or medical superintendent or chief administrative officer or committee etc. ഇവിടെ പറയുന്നത് എന്താണ്, നമ്മള് ഈ പ്രതികരണ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവ റിപ്പോർട്ട് നമ്മള് ടീം ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്, അത് പൂരിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ച് അതിനകത്ത് എഴുതിയിട്ട് ഡയറക്ടർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ എന്താണ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ കമ്മിറ്റിക്കോ ഒക്കെ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത് ലീഡർ ആയിരിക്കും ചെയ്യുന്നത്. അത് എല്ലാ കാര്യങ്ങളും സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് നടക്കുന്നു അല്ലെ ഹോസ്പിറ്റലിൽ, അങ്ങനെ ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട് കാര്യങ്ങളും ടീം ലീഡർ ഫില്ല് ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ആക്കി എഴുതി പൂരിപ്പിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കി ഫില്ല് ചെയ്ത് അവർക്ക് സമർപ്പിക്കണം. ഡയറക്ടർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ കമ്മിറ്റിക്കോ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. 6 പോയിന്റ് ആണ്, വായിച്ചു നോക്കുക കേട്ടോ. ഞാൻ അത് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ചാപ്റ്റർ തീരാറായല്ലോ. നമുക്ക് നെക്സ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മിസ് പറഞ്ഞു തരാം കേട്ടോ ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ സിലബസ് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു 1.5 പേജോ ഇനി എടുക്കാനുള്ളത് കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ, ഇതും കൂടി ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കിയിട്ട് പറഞ്ഞുതരാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് വല്ലതുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഉത്തരം വായിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.